लगाया दुनिया को भूल करके, मुझको गले लगाया, मुझको गले लगाया बाबा ने दिल भर के, बाबा ने दिल भर के। बाबा परेनी मीठी बच्ची, तुमने बाबा का हाथ पकड़ा है तो तुम गृहस्थ व्यवहार में रहते भी बाबा को याद करते करते तमो प्रधान से सदो प्रधान बन जाए. മധുരമായ മക്കളെ, നിങ്ങൾ ബാബയുടെ കൈ പിടിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി മാറും. എന്നെപ്പോലെ അർത്ഥം ബാബയെപ്പോലെ. ബാബയുടെ രൂപം എന്താ? ബിന്ദു രൂപം. അപ്പം ബാബയെപ്പോലെ നമ്മളും ജ്യോതിർ ബിന്ദു ആത്മസ്വരൂപങ്ങളാണ്. നമ്മൾ ആത്മാവാണ്, ബാബ പരമാത്മാവാണ്. പക്ഷെ രൂപത്തിൽ ചെറുതും വലുതുമില്ല. ആത്മാവ് അവിനാശിയാണ്. മഹേശ്വരൻ അജോബിസൻ നവ്വലാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായ. ബ്രഹ്മകുമാരി ബീനു ബഹൻജിയാണ്. ബീനു ബഹൻജി ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരും. നമ്മളെല്ലാം നയിക്കാൻ വേണ്ടി നിമിത്തമാക്കിയിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ബീനു ബഹൻജി ചെന്നൈയിൽ നിന്നും ഈ കരുനാഗപ്പള്ളിയിലെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുന്ന രാജയോഗ മന്ദിരത്തിൻ്റെ ശിലാന്യാസകർമ്മം നടത്തുന്നതിന് വേണ്ടി കരുനാഗപ്പള്ളിയിലെയും കൊല്ലത്തിലെയും കേരളത്തിലെ എല്ലാ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ എല്ലാ സഹോദരാത്മാക്കളുടെയും പേരിൽ ആദരണീയ ബീനു ബഹൻജിക്ക് സ്വാഗതം ഓടുകയാണ്. സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. സൂര്യനായ പരമാത്മാവിന്റെ പതാകയാണ് ഉയർത്തുന്നത്. यही झंडा इस दुनिया
എന്നുള്ള ശുദ്ധമായ സങ്കല്പത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുക. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. കരുനാഗപ്പള്ളി മണ്ണിൽ ഈശ്വരന് വേണ്ടി ഒരു ധ്യാന മന്ദിരത്തിന്റെ ശിലാന്യാസ പുണ്യകർമ്മം ഇന്ന് രാവിലെ നിർവഹിക്കപ്പെട്ടു. ബ്രഹ്മകുമാരീസിന്റെ സോണൽ ഡയറക്ടറായിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ബീന ബെഹൻജിയും അതോടൊപ്പം കേരളത്തിലെ അനേക ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന മാണിക്യ വീണാമുപലാളയന്തി മദാലസാം മഞ്ജുളവാഗ്വിലാസ മാഹേന്ദ്രനീലജ്യുതി കോമളാംഗീ മാതംഗകന്യാ മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാപദംസേ കുജോന്നതേ കുങ്കുമരാഗസോണേ പുണ്ടേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ 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 ജഗദേകമാതഃ. ആദരണീയായ പങ്കജം ബെഹൻജി. ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം ലോകമെമ്പാടും 147 രാജ്യങ്ങളിലായി 5 ഭൂഖണ്ഡങ്ങളിലും സേവനമനുഷ്ഠിച്ചു വരുന്ന വളരെ ബൃഹത്തായ ഒരു ആധ്യാത്മിക സംഘടനയാണ്. ഈ സംഘടനയുടെ സേവനം കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ 30 വർഷമായി നടന്നു വരുന്നു. അതിൻ്റെ ക്ലാസ്സുകൾ ഗീതാ പാഠശാല, ആലുംകടവിലുണ്ട്, ശൂരനാട് തുടങ്ങിയ പല ഭാഗങ്ങളിൽ ക്ലാസ്സുകളും നടന്നു വരുന്നുണ്ട്. വ്യക്തി പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം സാധ്യമാക്കുക, ഒരു നല്ല ഭാവി ലോകം വാർത്തെടുക്കുക, അതിനുവേണ്ടി ഓരോ വ്യക്തിയെയും മാനവനെ ദേവത പോലെ, മാലാഖ പോലത്തെ സൽസ്വഭാവമുള്ളവരാക്കി മാറ്റുക എന്നതാണ് ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം. കരുനാഗപ്പള്ളിയിലെ ദീർഘകാലത്തെ സേവനങ്ങൾക്ക് ശേഷം
സേവനം ഇനിയും വിപുലീകരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി നമുക്കൊരു സ്വന്തം ഭവനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഏകദേശം 1 വർഷം മുമ്പ് നമ്മൾ ഇവിടെ ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈശ്വരീയ സേവനത്തിനായി ഒരു ഭവ്യ ഭവനം നിർമ്മിക്കാനായിട്ടുള്ള ഭൂമി പൂജയും ശിലാന്യാസ കർമ്മവും ഇന്ന് നിർവഹിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ശാന്തി മഹോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംപൂജ്യനായ ആദരണീയനായ മാതാ അമൃതാനന്ദ മഠത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന ബ്രഹ്മചാരി സൂക്ഷ്മാനന്ദ ചൈതന്യ അവർകളാണ്. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരണീയ സ്വാമിജി ദേശത്തിലും വിദേശത്തിലും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ സേവനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരവധി വ്യക്തികളുടെ ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പൂജനീയ ആ വ്യക്തിത്വത്തെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. സ്വാമിജി സ്വാഗതം, സുസ്വാഗതം, സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയെ അലങ്കരിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ ശ്രീ അനിൽ എസ് കല്ലേലി ഭാഗം അവർകളും എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചതാണ്. സമാന്തര വിദ്യാഭ്യാസ രംഗത്തും അധ്യാപക വൃത്തിയിലും അഭിഭാഷകനായും സേവനമനുഷ്ഠിച്ചു വരുന്നു. ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ സസന്തോഷം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിന് വേണ്ടി സ്വാഗതം നേരുകയാണ്. ഇപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സീനിയർ സിറ്റിസന്മാർക്ക് വേണ്ടിയുള്ള പകൽ വീട് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല യുവജന പ്രവർത്തനത്തിലുള്ള ഹക്കീം തൊടിയൂർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻസും അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ശ്രീമതി ബിന്ദു വിജയൻ തൊടിയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. തൊടിയൂർ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. INTUCയുടെ ജില്ലാ ഭാരവാഹിയാണ്. വനിതാ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്രകാരമുള്ള ശ്രേഷ്ഠ വ്യക്തിത്വമായ ശ്രീമതി ബിന്ദു വിജയൻ അവർകളെയും എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. റെജി ഫോട്ടോ പാർക്ക് ഇദ്ദേഹവും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. കരുനാഗപ്പള്ളിയുടെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ്. കരുനാഗപ്പള്ളിയുടെ മുനിസിപ്പൽ കലാസാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് അദ്ദേഹം. വാർഡ് കൗൺസിലറായി നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രശസ്തനായ സിനിമാ സംവിധായകനും കൂടിയാണ്. അദ്ദേഹവും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി അലങ്കരിക്കാനായി എത്തിച്ചേരും. ശ്രീമതി ഉഷ അവർ കഴിഞ്ഞ 10 വർഷമായി തൊടിയൂർ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറാണ്. ഇവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടില്ലാത്തവർക്കും വാസയോഗ്യമല്ലാത്ത വീട്ടിൽ താമസിക്കുന്നവർക്കും വേണ്ടി 50 നിർധന കുടുംബങ്ങൾക്ക് വീട് നൽകി മലിനജലം സംസ്കരിക്കുന്ന പ്ലാന്റ് ഉണ്ടാക്കി നിരവധി കുളങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനവും നടപ്പിലാക്കിയിട്ടുണ്ട്. അവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ ബ്രഹ്മകുമാരീസ് കരുനാഗപ്പള്ളി ശാഖയുടെ പേരിൽ സ്വാഗതം നേരുകയാണ്. സ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. ശ്രീമതി ഉഷ അവരുകളെ വേദിയിലേക്ക് സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. സ്വാഗതം, സുസ്വാഗതം. ആദരണീയായ മീന ബഹൻജി. ഓം ശാന്തി. സംപൂജ്യനായ സ്വാമിജി, ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി ബീന ബഹൻജി, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ,
രാജയോഗിനി സഹോദരിമാരെ, മറ്റാത്മബന്ധുക്കളെ, ഇന്ന് ഏറ്റവും സന്തോഷകരമായൊരു സുദിനമാണ്. കരുനാഗപ്പള്ളിയിൽ സർവശക്തിവനായ പരമാത്മാവിൻ്റെ ഒരു ജ്ഞാനക്ഷേത്രത്തിന്, ധ്യാനക്ഷേത്രത്തിന് ശിലാന്യാസം നടന്നിരിക്കുകയാണ്. 1936 സിന്ധ് പ്രവിശ്യയിൽ ആരംഭിച്ച പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം സ്വയം നിരാകാരനായ പരംപിത പരമാത്മാ ശിവഭഗവാൻ സർവശക്തിവാനും ജ്ഞാനക്കടലും സ്നേഹത്തിൻ്റെ കടലുമായ ഭഗവാൻ തൻ്റെ സാകാര മാധ്യമമായ പ്രജാപിത ബ്രഹ്മാവിലൂടെ ഈ മുഴുവൻ വിശ്വത്തിന് വേണ്ടി ആരംഭിച്ച ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിലെ പഠിതാക്കൾ മുഴുവൻ ലോകമാകുന്ന തറവാട്ടിലെയും ഭഗവാന്റെ മക്കളായ നമ്മളെല്ലാ സഹോദരി സഹോദരന്മാരുമാണ്. ഈ വിദ്യാലയത്തിലെ പഠന വിഷയം ആധ്യാത്മിക ജ്ഞാനവും രാജയോഗ ധ്യാനവുമാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വിദ്യാലയം, സ്കൂൾ, കോളേജ് നമ്മുടെ ഭൂമിയിൽ, നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലേ, ഇനി പിന്നെ ഒരു വിദ്യാലയം എന്തിനാണ്? ഭഗവാൻ ഈ വിദ്യാലയം ആരംഭിച്ചിരിക്കുന്നത് മാനവനിൽ ആത്മബോധവും പരമാത്മബോധവും കർമ്മബോധവും സമയബോധവും നൽകി മാനവനെ മൂല്യമുള്ള ദിവ്യഗുണവാനായ ഒരു മാനവനാക്കി, മാനവനെ ദേവമാനവനാക്കി മാറ്റുന്ന ഒരു വിദ്യാലയമാണ്. നമുക്ക് പഠിച്ച് എഞ്ചിനീയറും ഡോക്ടറും വക്കീലും ആകാനും എല്ലാമുള്ള കോളേജുകളും സർവകലാശാലകളുമുണ്ട്. ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നരന നാരായണനെ പോലെ ഗുണവാനാകാൻ, നാരിക്ക് ശ്രീലക്ഷ്മിയെ പോലെ സമ്പൂർണ്ണ നിർവികാരിയും സർവഗുണസമ്പന്നനുമാക്കി മാറ്റുന്ന ഒരു വിദ്യാലയമാണ് ഭഗവാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ജാതി, മത, സ്ത്രീ, പുരുഷ പ്രായഭേദമന്യേ കുടുംബസമേതം ഏവർക്കും പഠിക്കാം. പഠിക്കാൻ കേവലം ഒരു ദിവസത്തിലെ 1 മണിക്കൂർ സമയമേ ആവശ്യമുള്ളൂ. എല്ലാ ഈശ്വരീയ സേവനങ്ങളും വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്. സൗജന്യമാണ് ഈ വിദ്യാലയത്തിലെ എല്ലാ പഠനങ്ങളും. എന്തുകൊണ്ടെന്നാൽ ഭഗവാനാണ് ഈ വിദ്യാലയത്തിൽ നമ്മുടെ എല്ലാവരുടെയും അധ്യാപകൻ. അച്ഛന് മക്കളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ ഈ രാജയോഗ ധ്യാനമെന്ന മൃതസഞ്ജീവനി മാനവരാശിക്ക് നൽകുന്നത് തികച്ചും സൗജന്യമായി ഭഗവാൻ തൻ്റെ മക്കൾക്ക് നൽകുകയാണ്. ഈ വിശ്വവിദ്യാലയം സിന്ധിൽ ആരംഭിച്ച് ഇന്ന് ഇതിൻ്റെ ആഗോള ആസ്ഥാനം രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ്. ഏകദേശം 145 രാജ്യങ്ങളിൽ ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും, നമ്മുടെ കേരളത്തിലും എല്ലാ ജില്ലകളിലും ഈശ്വരീയ സേവനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം കേരളത്തിലും ഒരു 50ഓളം വർഷങ്ങളായി രാജയോഗ മെഡിറ്റേഷൻ സേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലും 30 വർഷങ്ങളിൽ കൂടുതലായി ഈശ്വരീയ സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ്. Om Shanti. Good morning to everyone. Good morning. Good morning. Happy morning. Happy morning. Is it happy morning? Yes. Why we are so happy today? We are happy today or we are happy every day? എല്ലാവർക്കും സുപ്രഭാതം, എല്ലാവർക്കും സന്തോഷപ്രഭാതം. എന്തുകൊണ്ടാണ് എല്ലാവരും സന്തോഷമായിരിക്കുന്നതെന്ന്? So respected guests on the dais and divine brothers and sisters, today we have gathered here specially to lay the foundation stone of meditation center in this area. That's why we are happy. Yes. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും ബാക്കി എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഇവിടെ രാജയോഗ മെഡിറ്റേഷൻ സെൻ്ററിൻ്റെ ശിലാന്യാസ പുണ്യകർമ്മത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമുക്കെല്ലാം സന്തോഷം. Then tomorrow we will be happy due to what? നാളെ നമുക്ക് എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാകണം?
Every day, if there is some festival or some enjoyment like this, then we will be happy, or we are normally happy every day. നാളെ നമുക്ക് എന്തുകൊണ്ട് സന്തോഷം കിട്ടും? എന്തെങ്കിലും ഉത്സവമോ സ്പെഷ്യൽ ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ മാത്രമാണോ, അതോ എല്ലാ ദിവസവും സന്തോഷിക്കാൻ നമുക്ക് എന്തെങ്കിലും വകയുണ്ടോ? See, in the month of March, especially March 20th, is celebrated as the day of happiness. മാർച്ച് 20 സന്തോഷത്തിന്റെ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. So, from our organization in Chennai, Brahma Kumaris Chennai also, we went to many villages and many places where we made everyone happy by just playing some small games, giving them something, talking to them, gave them happiness. മാർച്ച് 20 സന്തോഷത്തിൻ്റെ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ബ്രഹ്മകുമാരീസിലെ ചെന്നൈ സെൻറ്ററിൽ നിന്ന് നമ്മൾ പല വില്ലേജുകളിലും പോയി എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ചില കളികൾ, ചില സന്ദേശം, ചില കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ച് എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ വേണ്ടി. So today we are in this program, we are participating in the Shanti Sammelan. I remember one sentence: the road to world peace begins with me. ശാന്തി സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനൊരു സെൻറ്റൻസ്, ഒരു മഹാവാക്യം വായിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ സമാധാനം ആരംഭിക്കുന്നത് എന്നിൽ നിന്നാണ്. Yes, our respected dignitaries sitting in the front, all our learned brothers and sisters, do we remember reading this sentence in our school and college days? എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികളും മറ്റ് സഹോദരങ്ങളും, നിങ്ങൾ ഈ മഹാവാക്യം കേട്ടിട്ടില്ലേ? ലോകത്തിൽ ശാന്തി ആരംഭിക്കുന്നത് എന്നിൽ നിന്നാണ്. So each one of us present here is responsible for the place where I am in. I may be in the hall, I may be traveling, I may be at home, I may be in office, but I am an angel of peace. ഞാൻ എവിടെയാണെങ്കിലും അവിടുത്തെ സമാധാനത്തിൻ്റെ നിർമ്മാതാവ് ഞാൻ തന്നെയാണ്. അത് ഞാൻ ഈ ഹാളിൽ ഇരിക്കുമ്പോഴാണെങ്കിലും, യാത്ര ചെയ്യുകയാണെങ്കിലും, വീട്ടിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും അവിടെ ശാന്തി സ്ഥാപിക്കാൻ ഞാൻ ഉത്തരവാദിയാണ്. We are all angels of peace, or some angel will come from above and give us peace? നമ്മളാണോ ശാന്തിയുടെ മാലാഖ, അതോ ശാന്തി സ്ഥാപിക്കാൻ മുകളിൽ നിന്ന് മറ്റേതെങ്കിലും മാലാഖ വരുമോ? What do you say? നിങ്ങൾ എന്താ പറയണേ? What do you feel? നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? We are the angels of peace. നമ്മളാണ് ശാന്തി ദൂതന്മാരായ മാലാഖമാർ. Very simple. You see our face, very peaceful. There is happiness, satisfaction. That face itself gives good vibrations to everyone. നമ്മുടെ മുഖത്ത് തന്നെ ശാന്തിയുടെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ വൈബ്രേഷൻസ് പരത്താൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ശാന്തി ദൂതന്മാർ ചെയ്യേണ്ടത്. I remember a message which came to me: smile costs nothing. For smiling, you don't have to pay GST taxes, no income tax, property tax, gift tax. There is no tax. So keep on smiling. എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. അതിലിങ്ങനെയാണ് പറഞ്ഞിരുന്നത്: സന്തോഷത്തിനായി ഒരു പൈസയും ചിലവില്ല. അതിന് GST ടാക്സ് ഇല്ല, പ്രോപ്പർട്ടി ടാക്സ് ഇല്ല, ബിൽഡിംഗ് ടാക്സ് ഇല്ല, ഒരു ടാക്സും കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായും പുഞ്ചിരിയോടെ ജീവിക്കൂ. Is it okay? We can keep on smiling always? നമുക്ക് മന്ദഹാസത്തോടെ ജീവിക്കാനാകുമോ സദാ? Yes. A smile on the face shows that we are peaceful, we are satisfied, we are happy. We are happy with everyone. We are happy in all situations. In all circumstances, I can be happy. മന്ദഹാസം നിറഞ്ഞൊരു മുഖം വിളിച്ചു പറയുന്നത്, ഞാൻ സദാ സന്തോഷവാനാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും.
So just pay attention that I should keep on smiling always. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ കാര്യം ഉറപ്പിക്കാം, ഞാൻ തീർച്ചയായും ഒരു മന്ദഹാസത്തോടു കൂടി ജീവിക്കും. Another thing I would like to make you realize, we all of us know, each one of us we are continuously thinking, and all our thoughts are spreading vibrations. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, നമ്മുടെ ഓരോ സങ്കല്പവും വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. And maybe we are sitting in a hall, maybe you're traveling in a bus, maybe you're at the airport, you're in the market area, but people look at your face and they can experience peaceful and powerful vibrations from an angel of peace. നമ്മളൊരു ഹാളിലിരിക്കുകയാണെങ്കിലും യാത്രയിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും മാർക്കറ്റിൽ സാധനം വാങ്ങുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ ശാന്തിയുടെയും സന്തോഷത്തിൻ്റേതുമാണെങ്കിൽ നമ്മുടെ മുഖം അത് വിളിച്ചു പറയുകയും നമ്മളെ ഒരു ശാന്തിയുടെ മലാഖിയായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. You know, we have met many people, like our learned guests here and sitting in front of me. Sometimes we say, like, I sat next to this person, I was sitting very near this person, and I felt very nice. ചിലപ്പോൾ നമ്മൾ പറയാറ്, ഇപ്പോൾ ഇവിടെ തന്നെ വേദിയിലും സദസ്സിലുമെല്ലാം അതിഥികളുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, നമ്മളൊരാളുടെ കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ആളുടെ അടുത്ത് നിന്ന് വരുന്ന നല്ല വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പറയുകയും ചെയ്യില്ലേ, ഇന്ന ആളുടെ അടുത്ത് ഇരിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നു. Do we feel like that? നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? What is the goodness we are feeling? എന്താണ് ആ നന്മ നിങ്ങൾ ഫീൽ ചെയ്തത്? Very simple. Vibrations of peace and happiness. ആ നന്മ എന്ന് പറയുന്നത് ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഊർജമാണ്. Sometimes when a person is under lot of tension, the face itself will change. Even when each one of us seated here, when we are in tension, our face changes. ടെൻഷൻ നിറഞ്ഞ ഒരാളുടെ മുഖമാണ് ആദ്യം ചേഞ്ച് ആവണല്ലേ. Now when I am in tension, how can I give peace and happiness to others? Can I call myself an angel of peace? ഞാൻ ടെൻഷനിലാണെങ്കിൽ എനിക്ക് എങ്ങനെ ശാന്തിയുടെ സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? അപ്പോഴെങ്ങനെ ശാന്തിയുടെ മാലാഖി എന്ന് വിളിക്കും? In Brahma Kumaris, for the past 89 years, we have nearly 15 lakh families. 89 വർഷമായി ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ സേവനത്തിൽ 15 ലക്ഷത്തോളം കുടുംബങ്ങൾ നിങ്ങളെപ്പോലെയുണ്ട്. They are from people from different parts, strata of society, professionals, housewives, children, everyone. What we are doing since so many years. ഈ 89 വർഷമായിട്ട് ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇതിൽ പ്രൊഫഷണൽസും ഉണ്ട്, കുടുംബസ്ഥരുമുണ്ട്, കുട്ടികളുമുണ്ട്, യുവാക്കളുമുണ്ട്. Now the situations in the world are same for everyone. It is same before you, before me, before the whole world. ലോകത്തിൻ്റെ അവസ്ഥ എനിക്കും നിങ്ങൾക്കും സർവർക്കും മുന്നിൽ ഒന്ന് തന്നെയാണ്. It is not like that. Since we are followers of meditation, the situation for me is different. No. The road is the highway which is being made. National highway repairs is happening for everyone. Whoever is traveling has to face difficulties. ധ്യാനം പരിശീലിക്കുന്ന ഞങ്ങൾക്കും നിങ്ങൾക്കും മുന്നിൽ ലോകത്തിലെ എല്ലാ വിപരീത പരിതസ്ഥിതികളും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഹൈവേയുടെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതേപോലെ നമുക്കും ലോകത്തിൽ ഇന്ന് എന്തൊക്കെ നടക്കുന്നോ അതെല്ലാം ഞങ്ങൾക്കും ഫേസ് ചെയ്യണം. In the journey of human life, everyone is facing today or tomorrow the same things. ഇന്നും നാളെയും ലോകത്തിലെ സിറ്റുവേഷനിൽ എന്തൊക്കെയുണ്ടോ അത് ലോകജനതയ്ക്ക് എല്ലാവർക്കും ഒരേപോലെ നേരിടേണ്ടതാണ്. But since we are practicing Raj Yoga meditation, the reactions which we have, reactions in different situations, whatever it may be, but the reactions are positive and peaceful.
രാജയോഗ ധ്യാനം പരിശീലിക്കുന്നതിൻ്റെ പ്രയോജനം വിപരീത പരിതസ്ഥിതികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ശാന്തമായും ഏറ്റവും ശക്തിശാലിയായും നമുക്കത് അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നതാണ്. That is how we can make a difference in the society which we are living. അതാണ് നിങ്ങളും ഞങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ഈ പഠിക്കുന്ന മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസം. I would say all of us join hands together and make a positive thought today that each of us will be like a candle of light, an angel of peace, and spread peace and join together in this Shanti Sammelan. ഇന്ന് നമുക്കിവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ കാര്യത്തിൽ കൈകോർക്കാം, ഒരു കൈവിളക്കായി മാറാം. നമുക്കെല്ലാവർക്കും ശാന്തി ദൂതനായി, ശാന്തിയുടെ ഒരു മാലാഖയായി മാറാം. Can we do that? ചെയ്യാനാകൂ? All of us will cooperate. എല്ലാവരും സഹകരിക്കുമോ? It is just spending 5 or 10 minutes in our daily schedule, whatever time we can. Morning time is better, but whatever time we can, just visualizing myself as an angel of peace, a candle of peace, spreading positive vibrations. ഇതിന് വേണ്ടത് കേവലം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. രാവിലെ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിലും ഒരു ദിവസത്തിൽ ഏത് സമയവും നിങ്ങൾക്കിത് ചെയ്യാം. കേവലം മനസ്സിൽ ഈ ഒരു ശുഭമായ സങ്കല്പം കൊണ്ടുവരൂ. ഞാൻ ശാന്തിയുടെ ഒരു മാലാഖയാണ്, ഞാൻ ശാന്തിയുടെ ഒരു കൈവിളക്കാണ്. Actually, when we look around, sometimes we are frightened also. Today the world situation is like this. In the time to come, what will happen? We are frightened. I don't know what will happen. ഇന്ന് പരിഭ്രാന്തി കൂടുതലാണ്. ഇന്നത്തെ സിറ്റുവേഷൻ ഇത്, നാളെ എന്താകും? ഇപ്രകാരമുള്ള പരിഭ്രമം ഏവർക്കുമുണ്ട്. Do we think like that? ചിന്തിക്കാറുണ്ടോ ഇങ്ങനെ? Don't worry. Whatever has to happen will happen. We cannot change all that. But we can do good by being good. വിഷമിക്കേണ്ട, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നന്നായിരുന്നാൽ നമുക്ക് സംഭവിക്കുന്നതെല്ലാം നല്ലതേ വരൂ. Today, Brahma Kumaris has branches in 140 countries of the world, in all the continents, and we are also affiliated to the United Nations as an NGO. 140 രാജ്യങ്ങളിലായി 5 ഭൂഖണ്ഡങ്ങളിലും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനങ്ങളുണ്ട്. UN-ൽ നമ്മൾക്ക് അംഗത്വവുമുണ്ട്. So all of us will join together, and I would also like to give you a good news today. Very soon, the beautiful world called Golden Age, Heaven, Paradise, Swarga, Bahisht is going to come on this world. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത അറിയിക്കാം. വളരെ സമീപഭാവിയിൽ സ്വർഗം, പാരഡൈസ്, ഹെവൻ, ബഹിഷത്ത് എന്നെല്ലാം പറയുന്ന ആ സ്വർണ്ണിമ ലോകം വിദൂരത്തിലല്ല. അതിനായി നമുക്ക് ഏവർക്കും കൈകോർക്കാം. We are all going to be a part of it. നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. Because we are all cooperating in the work of world peace. So whatever good actions I do, I will get the return of that in the golden age. വിശ്വശാന്തിക്കായുള്ള പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും കൈകോർക്കുന്നത് കൊണ്ട് തീർച്ചയായും അതിൻ്റെ റിട്ടേൺ ആയി നമുക്ക് കിട്ടുന്നതും ശാന്തി തന്നെയാണ്. So on this occasion of the foundation stone laying ceremony of the meditation center in this area, I would like to congratulate all the brothers and sisters, nearly 100 families who are locally benefiting from the practice of meditation. They have kept a positive thought, and with a lot of courage they have purchased the land, and today we have laid the foundation.
കരുനാഗപ്പള്ളിയിലെ രാജുക മെഡിറ്റേഷൻ സെൻറ്ററിൽ 30 വർഷങ്ങളായി. ഇവിടെ 100ഓളം കുടുംബങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഒരു പിടി മണ്ണ് ഈ നാട്ടിൽ വാങ്ങുകയും ഈശ്വരീയ സേവാ കേന്ദ്രത്തിന് വേണ്ടി വാങ്ങുകയും ഇന്ന് അവിടെ ശിലാന്യാസ പുണ്യകർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ കുടുംബങ്ങളെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. So let's give a big clap. Yes, ഒരു വലിയ കയ്യടി നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാം. On this occasion, I remember the ancestors, divine sisters, angels who laid the foundation of spiritual services in Tamil Nadu and in Kerala. Our respected Rosie Benji, Lakshmi Benji and Shanta Benji, who started in 1970 and in Kerala in 1974. So they are with us in an angelic form today, and it is their hard work and determination which has brought success to this level. ഈ മംഗളകാരി സുദിനത്തിൽ ഞങ്ങളുടെ മുതിർന്നവരെ എല്ലാവരെയും ആരാണോ കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം സേവനങ്ങൾക്ക് തുടക്കം കുറിച്ച ആ തപസ്വിനിമാർ 1974-75 കാലഘട്ടത്തിൽ ഇവിടെ സേവനങ്ങൾ ആരംഭിച്ചു. ആ രാജയോഗിനിമാരായ റോസി ബെഞ്ചി, ലക്ഷ്മി ബെഞ്ചി, ശാന്ത ബെഞ്ചി, അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അവരുടെ ത്യാഗവും തപസ്സും സേവനവും കൊണ്ടാണ് ഇവിടെ ഈ ഈശ്വരീയ സേവകൾ ആരംഭിച്ചത്. അവരെ വളരെ കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ്. And on behalf of full state of Tamil Nadu and many people from Kerala who have not come here today, from Pondicherry, on behalf of all the divine brothers and sisters, I offer congratulations for the meditation center to come up here and have good wishes. The meditation center will come up very quickly and the public of this place can come and take benefit. ഈ അവസരത്തിൽ ഞാൻ മുഴുവൻ തമിഴ്നാടും കേരളത്തിൽ ഇവിടെ നിന്ന് എത്തിച്ചേരാൻ പറ്റാത്ത എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും പേരിൽ പോണ്ടിച്ചേരിയിൽ നിന്നും ഈ ടോട്ടൽ സദേൺ സോണിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ ഈ സുദിനത്തിലെ മംഗളകാരി ചടങ്ങിനും എത്രയും വേഗം ഇവിടെ ഈശ്വരീയ ഭവനം ഉയർന്നു വരട്ടെ എന്ന ശുഭസങ്കല്പവും എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് സമർപ്പിക്കുകയാണ്. I would like to present all a flower of peace. You can look at this flower every day with the mirror of your mind and be peaceful throughout the day. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു സമ്മാനം തരികയാണ്, ശാന്തിയുടെ പുഷ്പം. ഈ ശാന്തി പുഷ്പം ദിവസവും നിങ്ങൾ കാണണം, സ്മരിക്കണം, ശാന്തിയുടെ വൈബ്രേഷൻസ് പരത്തണം. The word peace stands for pure and positive thoughts. പീസ് എന്ന വാക്കിൽ ആദ്യത്തേത് വാക്ക് പി ആണ്. അപ്പോൾ പിയുടെ അർത്ഥം സകാരാത്മകമായ ശുഭമായ ചിന്തകൾ. E stands for easy nature, being easy and flexible. ഈ അർത്ഥം സരള സ്വഭാവം, ഈസി നേച്ചർ. A stands for being alert, active and accurate. എ അർത്ഥം അക്യുറേറ്റ്, കൃത്യതയുള്ളവരും ശ്രദ്ധാലുക്കളും. C stands for cool and calm mind. സി അർത്ഥം ശാന്തവും ശീതളവും. And last, E stands for spiritual enlightenment. ലാസ്റ്റിലുള്ള ഈ അർത്ഥം ആധ്യാത്മികമായ ശാക്തീകരണം. So I am sure we all can take benefit from this flower of peace and be an angel of peace. I would like to finish here. Om Shanti. Thank you. നിങ്ങളെല്ലാവരും
गच्छामि मे सदा शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः 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 शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते दीपज्योतिर्नमोऽस्तुते शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വിനീത പ്രണാമം. അതോടൊപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച നല്ലവരായ നിങ്ങളുടെ എല്ലാ മനസ്സുകൾക്കും നന്ദി പറയട്ടെ. മറ്റൊരു സ്ഥാപനവും ഈ സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആശ്രമങ്ങളോ ആധ്യാത്മിക കേന്ദ്രങ്ങളോ അല്ല, സാധാരണ പുറത്തുള്ള സ്ഥാപനങ്ങളായിട്ട്. ഇവിടെ നമ്മളെ അന്തർമുഖമാക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അനന്തമായ ശക്തിയും അനന്തമായ കഴിവുകളും ഉണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മനസ്സ് അന്തർമുഖമാകണം. ഇന്ന് നമ്മുടെ മനസ്സിൽ ഇത്രയ്ക്കും അധികം ശക്തി ഉണ്ടായിട്ട് നമ്മൾ ഭിക്ഷയാചിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ രത്നമുണ്ട്, അതിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ഭിക്ഷയാചിച്ച് നടക്കില്ല. നമ്മുടെ സ്വരൂപം ആനന്ദ സ്വരൂപമാണ്. പക്ഷേ നമ്മളിന്ന് ദുഃഖിച്ച് നടക്കുകയാണ്. നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം എന്ത് കേട്ടോ എന്ത് ചെയ്യുന്നു അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ. ഞാൻ ഓർക്കാണ് ഒരു സംഭവം. 40-45 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അമ്മയുടെ ആശ്രമത്തിൽ നിന്നപ്പോൾ അവിടുത്തെ മൂത്ത സ്വാമിജി, നിങ്ങൾക്കറിയാം സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, ടി വിയിലൊക്കെ കണ്ടു കാണും. സ്വാമി വന്നപ്പോൾ അമ്മ MA ഫിലോസഫി പഠിക്കാൻ പുറത്തു വിട്ടു. സ്വാമി ഫിലോസഫി എല്ലാം പഠിച്ചു കഴിഞ്ഞ് വന്ന് വേദാന്തമായിരുന്നല്ലോ. പിന്നെ ആളുകളോടൊക്കെ ഇങ്ങനെ വരുന്നവരോടൊക്കെ ഫിലോസഫി ഈ വേദാന്തിക്കലായിട്ടുള്ള സംസാരിക്കുന്ന അമ്മ കേട്ടു. അമ്മ റൂമിലിരുന്നു കൊണ്ടൊരു കത്ത് ഒരു കഷ്ണം പേപ്പറിൽ എഴുതി കൊടുത്തു. തേൻ എന്ന് എഴുതിയ അമ്മ. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഈ കടലാസ് ഒന്ന് നക്കിയിട്ട് മധുരമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഒരാളുടെ കയ്യിൽ സ്വാമിജിയുടെ കയ്യിലേക്ക് കൊടുത്തു വിട്ടു. സ്വാമിജി അത് വായിച്ച് നോക്കിയപ്പോൾ തേൻ എന്ന് എഴുതിയിരിക്കണു. അടിയിൽ ഇത് നക്കി നോക്കിയിട്ട് മധുരമുണ്ടോ എന്ന് പറയാൻ പറഞ്ഞു. സ്വാമി ആ പേപ്പറും കൊണ്ട് അമ്മയുടെ റൂമിൽ പോയി. എന്നിട്ട് ചോദിച്ചു, അമ്മ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, നീ ഇപ്പോൾ വേദാന്തം സംസാരിച്ചില്ലേ, നിൻ്റെ ജീവിതത്തിൽ പകർന്നോ അത്? ഇല്ലല്ലോ. ഇതുപോലെയാണ് ഈ തേൻ എന്ന് പറഞ്ഞാൽ നക്കിയാൽ നമുക്ക് ഫലം കിട്ടത്തില്ല. തേൻ നക്കിയാലേ ഫലം കിട്ടത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ സത്തിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടുള്ളൂ. നമ്മൾ ശ്രമിക്കണം. ഒരു ആഹാരം നമ്മുടെ വായിൽ ആരെങ്കിലും കുഴച്ച് വെച്ച് തന്നാൽ
അത് ഇറക്കേണ്ടത് നമ്മളാണ്, അല്ലേ? അപ്പം ഇതിൻ്റെ ഈ മധുരം അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഇവരിൻ്റെ ഈ ആശ്രമത്തിൻ്റെ ആളുകൾ. അപ്പം അവരെന്ത് പറഞ്ഞുവോ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഇപ്പം 5 നിമിഷം മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ സന്തോഷവാനായി ഇരിക്കണമെന്ന്. നമ്മൾ പെട്ടെന്ന് മറന്നു പോയില്ലേ? ഇപ്പം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്തോ മസിൽ പിടിച്ചിരിക്കുക. എന്തിനാ അങ്ങനെ ഇരിക്കണേ? ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ കരഞ്ഞ ജനിക്കണേ. മരിക്കണ സമയത്ത് എല്ലാവരും ഏകദേശമൊക്കെ കരഞ്ഞപ്പോണ്. കുറച്ച് സമയമല്ലേ ഉള്ളൂ. സന്തോഷമായിട്ട് ജീവിച്ചൂടെ നമുക്ക്? ഒന്നാലോചിച്ച് നോക്ക്. ജീവിതത്തിൻ്റെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അശാന്തസ്യ കുതസുഖം എന്ന് ചോദിക്കും, ശാസ്ത്രങ്ങളിൽ പറയും. അശാന്തിയുള്ള മനസ്സിന് എവിടെ സുഖം കിട്ടാം? എന്നാലോചിക്കണം നമ്മൾ. അപ്പോൾ ഒരിക്കൽ ഒരാൾ നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, ഞങ്ങൾ 1200ഓളം ബ്രഹ്മചാരികളും ബ്രഹ്മയാനികളും സന്യാസിമാരുണ്ട്, അതുകൂടാതെ ഗൃഹസ്ഥാശ്രമികളായ 2500-3000 പേരുണ്ട്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം അമ്മയോട് ചോദിച്ചു, ഇത്ര ചെറുപ്പത്തിലെ ഇവരെ കല്യാണം കഴിക്കാതെ ഇവരെ ഇവിടെ പിടിച്ചിരിക്കുന്ന അവരുടെ ആരോഗ്യമൊക്കെ പോയി, ഇതൊക്കെ ഇപ്പം ആരോഗ്യമുള്ള സമയമല്ലേ, പോയി ജോലി ചെയ്യേണ്ട സമയമാണ്, വീടുകളൊക്കെ നോക്കേണ്ട സമയമല്ല, അങ്ങനെ ഇവരോട് പിടിച്ചിരുത്തിക്കണമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഒരു കിരീടം നഷ്ടപ്പെട്ട രാജാവ് എന്ത് ചെയ്യാൻ പറ്റും? വല്ല പവറുണ്ടോ? ആരെങ്കിലും കേൾക്കോ? കിരീടം ഇല്ലാത്തൊരു രാജാവാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കോ? ആ രാജപദവിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിലയുള്ളൂ. നമ്മുടെ ആരോഗ്യം പോയിട്ട് നമ്മൾ റിട്ടയർമെൻറ്റ്, പലരുടെയും ധാരണ ഇത് റിട്ടയർമെൻറ്റിന് ശേഷം ചെയ്യേണ്ടതാണ്. അല്ല, ചെറുപ്പത്തിലേ തുടങ്ങേണ്ടതാണ് ആധ്യാത്മികത. ആധ്യാത്മികത ചെറുപ്പത്തിലെ തുടങ്ങിയാലാണ് നമുക്ക് വിചാരിച്ച മാതിരി ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്ന് വിചാരിച്ച് വയസ്സായവർ വിഷമിക്കേണ്ട. അവർക്ക് ആ ജിജ്ഞാസ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം. നമ്മുടെ ഉള്ളിലെ കഴിവിനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ. നമ്മളൊരു 10 പുസ്തകം നീന്തലിനെ കുറിച്ച് വായിച്ചു പഠിക്കൂ. എന്നിട്ട് ആരെങ്കിലും നമ്മളെ വെള്ളത്തിൽ തള്ളിയിട്ടാൽ നമ്മൾ വെള്ളം കുടിക്കും, അല്ലേ? ആരും കണ്ടില്ലെങ്കിൽ മരിച്ചു വരെ പോകും, ഇല്ലേ? ഈ 10 ബുക്ക് പഠിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല. വി ഹാവ് ടു പ്രാക്ടീസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഗുണമില്ല, ആരെത്ര എന്ത് പറഞ്ഞാലും. അപ്പം നമ്മളാണ് ഇത് പുറത്ത് ജനങ്ങൾ വരുമ്പോൾ നമ്മളാണിത് പറഞ്ഞു കൊടുക്കണം, നമ്മളാണിത് ആ ജീവിതത്തിൻ്റെ ശാന്തി കാണും. എനിക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും ഞാൻ സന്തോഷവാനല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ കൊണ്ട് എന്താ കാര്യം, അല്ലേ? നമ്മളെക്കുറിച്ച് അറിയുന്നില്ല. അതാണ് ആദ്യം അറിയേണ്ടത്. ഒരു ഗ്രാമത്തിലൊരു സൂപ്പർ കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. അപ്പോൾ അത് കാണാൻ ഒരുപാട് പേരെത്തി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, എന്ത് ചോദ്യം ചോദിച്ചാലും ആ കമ്പ്യൂട്ടർ ഉത്തരം കൊടുക്കും. അങ്ങനെ എല്ലാവരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ലോകരാജ്യങ്ങളെക്കുറിച്ചും ജനസംഖ്യകളെക്കുറിച്ചും അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ആ കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു. അവസാനം ഒരു പയ്യൻ, ഒരു 8-10 വയസ്സായ ഒരു കുട്ടി വന്ന് ചോദിച്ചു, ഹേ കമ്പ്യൂട്ടർ, ഹൗ ആർ യു എന്ന് ചോദിച്ചു. ഒന്നും പറയാൻ കഴിഞ്ഞില്ല കമ്പ്യൂട്ടറിന്. ആ കമ്പ്യൂട്ടറിന് ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെയാണ് നമുക്ക് എല്ലാ അറിവുകളും ഉണ്ട്. നമ്മൾ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. നമ്മളറിയണം. ഞാനും നിങ്ങളെപ്പോലെയൊക്കെ ഒരാളായിരുന്നു. 37 വർഷം മുമ്പേ ഒരു സിനിമ നടനാവാനായിട്ട് ആഗ്രഹിച്ചിട്ട് അഭിനയിക്കാൻ ഒരു പടത്തിൽ ചാൻസ് കിട്ടി അമ്മയുടെ അടുത്ത് അനുവാദം ചോദിക്കാൻ വന്നതാണ്. ആരോ പറഞ്ഞു, നല്ല കാര്യത്തിന് പോവല്ലേ, ഒരു ഗുരു ഉണ്ടല്ലോ, ഒരു ഗുരു സങ്കല്പം ഉണ്ടല്ലോ നമ്മുടെ ഇതിലൊക്കെ, ഒന്ന് പോയി ചോദിച്ച് അനുവാദം വാങ്ങിച്ച് പോയിക്കോളും, മദ്രാസിൽ പോകണം വന്ന്. നിങ്ങൾ പലർക്കറിയാം, പഴയ ഒരു ഡയറക്ടർ IV ശശി സാറ്. അപ്പം അങ്ങനെ ഞാൻ ആ കിട്ടിയ കാർഡും കൊണ്ട് അമ്മയുടെ അടുത്ത് ചോദിക്കാൻ പോയതാ. അമ്മയുടെ ദർശന സമയത്ത് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തോ അവിടുത്തെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് തിരിച്ചു വന്നപ്പോൾ അമ്മേനെ തിരിച്ച് വിളിച്ചിട്ടൊരു വാചകം പറഞ്ഞു. അതാണ് ഒരു മഹാത്മാവിൻ്റെ ഒരു വാക്ക് സാധാരണക്കാരനായി നമ്മളിൽ വരുന്ന മാറ്റം. എന്നോട് പറഞ്ഞു, നമുക്ക് ജീവിക്കുന്ന പോലെ അഭിനയിക്കാം, എന്നാൽ അഭിനയിക്കുന്ന പോലെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ആ ഒരു വാക്കിൻ്റെ വില മനസ്സിലായോ? ജീവിക്കുന്നേക്കാളും നന്നായി അഭിനയിക്കുന്നവരുണ്ട് ഇപ്പം. പക്ഷെ അഭിനയിക്കുന്നത് പോലെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല നമുക്ക്. അത് ഞാൻ ഒരുപാട് ചിന്തിച്ചു.
ഞാൻ ആ സിനിമ ഷൂട്ടിങ്ങിന് പോയില്ല. അടുത്ത വർഷം ഞാനിവിടെ ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഡൽഹിയിലും ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് രാജസ്ഥാനിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മൂലസ്ഥാനമായ ഹെഡ് ക്വാർട്ടേഴ്സായ മൗണ്ട് അബുല്ലാദിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ ഓർക്കും ഒരു ദിവസം കാണണം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് അവിടെ ജയ്പൂരിൽ വേറെ പ്രോഗ്രാം ടൈം ടു ടൈം കൊടുത്തിരിക്കുകയായിരിക്കും. 37 വർഷമായിട്ട് ഞാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആലപ്പുഴ ഇവരുടെ തന്നെ ഒരു പരിപാടിക്ക് പോയി. എനിക്ക് ഈ ആഴ്ച ബാംഗ്ലൂരിൽ പ്രോഗ്രാം ഉണ്ടായതാണ്. എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഒഴിവാകരുത് വരണമെന്ന്. ഞാനതെല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്നു. ഒരു സന്തോഷമാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാനുള്ളൊരു സന്തോഷമാണ് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇന്നും തിരക്കാണല്ലോ, കുറച്ച് സമയം തീർച്ചയായും മാറ്റിവെക്കണം. നമ്മളെക്കുറിച്ച് അറിയാനാണ്. അത് വേറെ എവിടെ നിന്നും പഠിപ്പിച്ച് തരില്ല. ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നേ കിട്ടുള്ളൂ. നമ്മൾ വേറെ എന്ത് നേടിയിട്ടും നമ്മൾ സന്തോഷമില്ലെങ്കിൽ എന്താ കാര്യം ജീവിതത്തിൽ, അല്ലേ? രണ്ട് തരം ആളുകളുണ്ടെന്ന് പറയും. ഒന്ന്, ആളുകൾ വരുമ്പോൾ ജനങ്ങൾ അവിടെ കൂടും, അവരുടെ വാക്കുകളും അവരുടെ ആ പ്രസൻസ് തന്നെ സന്തോഷം തരും. ചില ആളുകളുണ്ട് അവിടുന്ന് പോയാലേ അവർക്ക് സന്തോഷം കിട്ടുള്ളൂ, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയറിയാം. നമ്മളിതിൽ ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമ്മൾ കണ്ടെത്തണം. 2 മാസം മുമ്പേ ഞാൻ എൻ്റെ കൂടെ പഠിച്ച അദ്ദേഹം ഡോക്ടറാണ്. ഞാൻ കൊച്ചി എയിംസ് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് 2-3 വർഷം പഠിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പഴയ പേര് ഗോപി എന്നായിരുന്നു. ഗോപി എങ്ങനെയുണ്ട്, സന്തോഷിക്കണം? ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറയാ, നീയൊക്കെ നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന്. ഈശ്വര. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ആശ്രമത്തിലൊക്കെ നിന്ന് നല്ല ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അന്നത്തെ എൻ്റെ ഇതുകളൊക്കെ പുള്ളിക്ക് അറിയാമായിരിക്കാം. അപ്പോൾ ഉദ്ദേശിച്ചത്, നമ്മൾ ഒരു സെൻറ്ററിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു ധ്യാനം ഇതൊക്കെ പഠിച്ചാൽ അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ആഡംബരങ്ങളും ആവശ്യമില്ലാത്ത പോക്കുകളും ഇതുകളൊക്കെ കുറയും. ധ്യാനത്തിൻ്റെ പുരോഗതി ഓരോ സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് മനസ്സിലാവും, അല്ലേ? ഒരു വണ്ടി വടക്കോട്ട് പോകും തോറും എന്താണത് വടക്കോട്ട് പോകുന്നതുകൊണ്ടുള്ള തെളിവ്? അത് തെക്ക് ഭാഗത്ത് നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കും. ധ്യാനം പരിശീലിക്കുമ്പോൾ ആവശ്യമില്ലാത്തതിലുള്ള ചിലവുകളും അതുപോലെ തന്നെ മറ്റുള്ള ആർഭാടങ്ങളും മറ്റുള്ള ബഹളങ്ങളും ഇതൊന്നും നമ്മൾ ഇഷ്ടപ്പെടില്ല. മനസ്സ് അന്തർമുഖമാകുമ്പോഴാണ് നമുക്ക് ആ ശാന്തി അനുഭവപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായും വേണ്ടതാണ്. ഇത് എത്രയും വേഗം ഇങ്ങനൊരു സ്ഥാപനം പണിതീരട്ടെ, അത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് അതിനുവേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നം വേണം. എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ട് മാറി പോകല്ല വേണ്ട. നമ്മൾ വന്ന് നോക്കണം എത്രയായി പുരോഗതി, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തെല്ലാം സൗകര്യങ്ങൾ കാണണം. എനിക്ക് തോന്നുന്നു സ്ഥലത്തിൻ്റെ ഇത് കേട്ടപ്പോൾ ഭാവിയിൽ ഇനെല്ലാം കാറുകളൊക്കെ ആയിട്ട് എല്ലാവരും വരുന്നത്. അവിടെ ഒരു പാർക്കിംഗ് സ്ഥലം ഞാൻ കേട്ടിടത്തോളം കാണുന്നില്ല. അതും കൂടി കണ്ടെത്തണം. നമ്മൾ വിചാരിച്ച മാതിരിയല്ല ഭാവി. ഞാൻ 37 വർഷം മുമ്പ് ഞങ്ങളുടെ ആശ്രമത്തിൽ ജോയിൻ ചെയ്തപ്പോൾ അന്ന് കുറച്ച് കുടിലുകളാണ്. ഇന്ന് ആയിരക്കണക്കിന്, 1000 അല്ല 1000 കൂടുതൽ ആശ്രമ ബ്രാഞ്ചുകൾ, കോടിക്കണക്കിന് ഭക്തർ, കേരളത്തിൽ തന്നെ സ്ഥാപനങ്ങൾ എത്ര. അപ്പോൾ ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല, ഈശ്വരൻ്റെ കയ്യിലാണ്. ആ ഈശ്വരച്ഛയ്ക്ക് വിടണം നമ്മൾ. അത് നടക്കട്ടെ. നമ്മുടെ ശാന്തി, നേരത്തെ മാഡം പറഞ്ഞ പോലെ നമ്മുടെ ശാന്തി നമ്മൾ നിലനിർത്തണം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതിന് നമ്മുടെ ഉള്ളിൽ ആ കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം ഈശ്വരസ്മരണയോടെ. പണ്ട് പഠിച്ചിട്ടില്ലേ, ഒരു കാക്ക വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഒരു കുപ്പിയിൽ അരഭാഗം വെള്ളമുണ്ട്, അതിൻ്റെ കൊക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്തു ചെയ്തു? അത് കുറേ കല്ലുകൾ കൊണ്ട് പറക്കിയിട്ട് ആ വെള്ളം പൊക്കി അത് കുടിച്ച് ദാഹം മാറ്റി. ഇതുപോലെ നമ്മളിൽ ഈശ്വരനുണ്ട്. നമ്മൾ ജപവും ധ്യാനവും ഇതേപോലെ സത്സംഗങ്ങളും നല്ല ബുക്ക് വായന നല്ല പ്രവൃത്തികളിലൂടെ ആ ഈശ്വരൻ്റെ ഗുണങ്ങളെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരണം. എങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാവട്ടെ. എൻ്റെ തന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ സ്ഥാപനം പണി പൂർത്തീകരിച്ച് ലോകത്തിന് മാതൃകയാവട്ടെ, ലോകത്തിന് ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള
ബഹുമാന്യ സുഹൃത്തുക്കളെ, ആമുഖ പ്രഭാഷണം നടത്തിയ രാജജോഗിനി ബ്രഹ്മകുമാരി ബീന ബഹൻജി ഈ മഹനീയമായ സമ്മേളനം മഹോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മാതാമാനന്ദമയി മഠം ബ്രഹ്മചാരി സൂക്ഷ്മാമൃത ചൈതന്യ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരാശംസയുടെ ആവശ്യമില്ല. ഈ മഹോത്സവത്തിൻ്റെയും സമ്മേളനത്തിൻ്റെയും എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊള്ളുന്ന പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനേക്കാൾ അധികരിക്കുന്ന ഒരു പ്രഭാഷണമോ വർത്തമാനമോ നടത്താൻ ഈ വേദിയിൽ ഞാൻ പ്രാപ്തനല്ല. ബ്രഹ്മകുമാരീസ് ഈശ്വര വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ കഴിഞ്ഞ തവണ ഓച്ചിറ ഡിവിഷനെ പ്രദാനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റേഷന് കിഴക്കുവശത്തുള്ള സുകുമാരമുള്ള ചേട്ടൻ്റെ കരുനാഗപ്പള്ളിയിലെ മന്ത്രിയായിരുന്ന സി ദിവാരൻ അവരുടെ PA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. വളരെ സമാധാനകാംക്ഷികളായി, ഇച്ഛാഭംഗമില്ലാത്ത, ആഗ്രഹങ്ങളെ നല്ല കടിഞ്ഞാൻ കൊണ്ട് പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു വട്ടം മനുഷ്യസ്നേഹികളുടെ പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് അടുത്തിടപഴകുവാനോ സഹകരിക്കുവാനോ ഉള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലയിലും പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് മനനം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും ചിന്തയിലേക്കും കടന്നു വരുന്ന നിരവധി പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെയുണ്ട്. അതിനെല്ലാം നമുക്ക് ഒരേ മാർക്ക് നൽകുവാൻ കഴിയുന്നതല്ല. ബ്രഹ്മകുമാരി രാജയോഗ മെഡിറ്റേഷൻ സെൻറ്ററിന് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ദൈനംദിനം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. നമ്മളുടെയൊക്കെ ദിനചര്യയിൽ യോഗയും ധ്യാനവും വ്യായാമവും ഒക്കെ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കഴിഞ്ഞ 30 വർഷക്കാലമായി കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇന്ന് സ്വന്തമായ ഒരു കെട്ടിടത്തിന് തറക്കല്ലിടിയിൽ ചടങ്ങാണ് നടന്നത്. ഇവിടെ അനിൽ മെമ്പർ പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങിലാണ് ഞങ്ങളെല്ലാവരും പങ്കെടുത്തത്. പൊതുവെ രാഷ്ട്രീയ പാർട്ടിക്കാർ പങ്കെടുക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പരിപാടിയിൽ ഞങ്ങൾക്ക് ഇന്നൊരു അവസരം ലഭിച്ചു. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ഓഡിയൻസിൽ കണ്ട എല്ലാവരുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം, ഈ കെട്ടിടം പണിതീർന്നതോടുകൂടി എൻ്റെ ഈ നാടിനുകൂടി പ്രകാശമാവട്ടെ, നാടിനുകൂടി സന്തോഷം ഉൾക്കൊള്ളുന്നതാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. അവിടെ പ്രതിപാദിച്ചതുപോലെ ഒരേ മാലയിലെ മലർമണികൾ പോലെയുള്ള ആ മാലയിലെ മലർമുത്തുകൾ പോലെ ഇത് പ്രകാശം പകരുന്ന തരത്തിൽ ഒരുമയോടുകൂടി മറ്റ് വ്യക്തികൾക്കും സന്തോഷം പകരുന്ന തരത്തിൽ ഈ സ്ഥാപനം വളരെ ഉയരത്തിൽ ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ കാലാവധിക്കുള്ളിൽ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രതിപാദിച്ചതുപോലെ ഞങ്ങളുടെ കാലാവധിക്കുള്ളിൽ തന്നെ ഈ കെട്ടിടം ഉദ്ഘാടന കർമ്മവും നടക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശാന്തി. പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ്. കാരണം കേരളത്തിൽ അധികം ആരും വാടക വീട്ടിൽ താമസിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അറിയാനും കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കറിയാം നമ്മളൊരു മെഡിറ്റേഷൻ സെൻറ്റർ, അതിന് പ്രത്യേകം ഒരു ധ്യാന റൂം വേണം, പ്രത്യേകം ഒരു മെഡിറ്റേഷൻ റൂം വേണം, ഒരു 10 പേര് വന്നാൽ സത്സംഗം നടത്താനുള്ളൊരു സ്ഥലം വേണം, പിന്നെ ആരെങ്കിലും വന്നാൽ അവരെ ഇരുത്തി സംസാരിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു വാടക വീട്ടിൽ പ്രതീക്ഷിക്കുന്നു എങ്കിൽ അത് എല്ലായ്പ്പോഴും എല്ലായിടത്തും കിട്ടണം എന്നില്ല. ഒന്ന്
രണ്ടാമത് കൂടെ നമുക്കത് ഒരു വാടക കൂട്ടും, അല്ലെങ്കിൽ അവർ ആവശ്യം വരുമ്പോൾ വീട് മാറുമെന്ന് പറയും. അപ്പോൾ നമ്മൾ അത്രയും നാൾ അവരെ മെഡിറ്റേഷൻ ചെയ്ത് അവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി നിറച്ച് വെച്ചിട്ട് പിന്നീട് നമ്മളൊരു ഒന്നേന്ന് ആദ്യമേ തുടങ്ങും. അപ്പം ഇത് നല്ല ഒരു വിരാമം ഇട്ടിരിക്കുകയാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ. വളരെ സന്തോഷമാണ്. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സ് നിറയെ മറ്റുള്ളവരുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും പകർന്നു കൊടുക്കാൻ ശാശ്വതമായ ഒരു ഇടം ഉണ്ട് എന്ന് കേട്ടതിൽ എന്നതിൻ്റെ സംരംഭം എത്ര സന്തോഷമാണ്. ഇതിനെല്ലാം അടിസ്ഥാനം കാലാകാലങ്ങളായി നേരത്തെ നമ്മുടെ ബീനു ബഹൻജി പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം മുതിർന്നവർ, നമ്മുടെ എല്ലാം ദാദിമാർ, ദീദിമാർ, ബഹൻജിമാർ, അവരുടെ എല്ലാവരുടെയും സങ്കല്പമായിരുന്നു. കാരണം പണ്ടൊക്കെ ശിവരാത്രിക്ക് രക്ഷാബന്ധനത്തിനൊക്കെ അവരിവിടെ വരുമായിരുന്നു. അപ്പോഴെല്ലാം പറയും ഓരോ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷൻ സെൻറ്റർ വേണം. അവിടെ വന്ന ആൾക്കാർ അവരുടെ ആ നാട്ടുകാർ വളരെ അടുത്ത് തന്നെ വന്ന് അവർക്ക് ദിവസവും സത്സംഗത്തിൽ പങ്കെടുത്ത് ഈ ഒരു മനുഷ്യ ജന്മം സംതൃപ്തമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഈ ഒരു ജന്മം അവർക്ക് കഴിച്ചു കൂട്ടണം. അപ്പം അതിന് നമുക്കൊരു അങ്ങനെ പലരുടെയും നല്ല നല്ല സങ്കല്പങ്ങളാണ് ഇന്നിവിടെ ഈ വിത്തിട്ടിരിക്കുന്നത്. അത് കാണാനും അത് കേൾക്കാനും അതിൽ പങ്കെടുക്കാനും നമുക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യമുണ്ടായി. അതിന് സർവേശ്വരന് നമുക്ക് നന്ദി പറയണം. ഈ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പ ശക്തി കൊണ്ട് ഈ ധ്യാന കേന്ദ്രം പണിത് തീരട്ടെ. ഉദ്ഘാടനത്തിന് നമ്മളെല്ലാവരും എത്രയും പെട്ടെന്ന് എത്തട്ടെ. ആദ്യം വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പ ശക്തിയാണ്. സങ്കല്പം ഉണ്ടെങ്കിൽ അതിനാദ്യം നമ്മളെല്ലാം തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് എല്ലാവർക്കും ശുഭസങ്കല്പം വയ്ക്കാം. ദിവസവും നമ്മൾ അമൃതവേളയിലും സന്ധ്യയ്ക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരേ ഒരു സങ്കല്പം, എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ധ്യാന മന്ദിരം ഉണ്ടാകട്ടെ, പണി തീരട്ടെ എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഓം ശാന്തി. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പരമാദരണീയരായ മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള എൻ്റെ ആത്മസഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാട് ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ ധ്യാന മന്ദിരം നിർമ്മിക്കപ്പെടുന്നത് ഈ നാടിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അനേക കരുനാഗപ്പള്ളിയിലെ മണ്ണിലെ മക്കൾക്ക് ഇവിടെ വന്നിരുന്ന് വളരെ ഏകാഗ്രമായി ഈശ്വരനെ ധ്യാനിച്ച് ശാന്തമായ സന്തോഷസമ്പന്നമായ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് അവരെ പ്രാപ്തരാക്കി മാറ്റാൻ. യാതൊരു മാനസിക പിരിമുറുക്കങ്ങളില്ലാതെ എങ്ങനെ നമുക്ക് അനായാസം നമ്മുടെ ഈ ജീവിതയാത്ര നടത്തുവാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയും, നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും എല്ലാ വരുന്ന വിഘ്നങ്ങളെയും പരീക്ഷണങ്ങളെയും നിസാരമായി തരണം ചെയ്ത് വളരെയധികം കരുത്തുറ്റ മനസ്സോടെ ആത്മശക്തിയോടുകൂടി ജീവിതത്തിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകും, അതിനുവേണ്ടി ഓരോ മാനവനെയും തയ്യാറാക്കുകയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ചെയ്യുന്ന പ്രവർത്തനം. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഈശ്വരീയ പരിവാരത്തിലുള്ള നമ്മൾ ഓരോ അംഗങ്ങളും വളരെ ഭാഗ്യശാലികളാണ്. കാരണം സ്വയം പരമാത്മാവ് പ്രപഞ്ചരചയിതാവായ ഈശ്വരൻ സെലക്ട് ചെയ്ത ഭഗവാന്റെ സ്നേഹം നിറഞ്ഞ പാലനയും ഈശ്വരീയ പ്രാപ്തികളാൽ സമ്പന്നമായ സർവപ്രാപ്തി സമ്പന്നതയുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോ ഈശ്വരീയ സന്താനങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈശ്വരനെ സ്വന്തമാക്കി മാറ്റിയവരാണ്. സദാ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ കർമ്മക്കണക്കുകളും കർമ്മഫലങ്ങളും ഉണ്ടെങ്കിലും നമുക്കറിയാം അതെല്ലാം ഇല്ലാതാക്കാനുള്ള ഒറ്റമൂലി ആത്മസ്മൃതിയിലിരുന്ന് പരമാത്മാവിനെ ധ്യാനിക്കുക അല്ലേ. ഹൃദയത്തിൽ ഭഗവാനോടുള്ള ആഴത്തിലുള്ള സ്നേഹത്തിൽ ആ സ്നേഹത്തോടെ ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരനാകുന്ന സ്നേഹസമുദ്രത്തിൽ അലിഞ്ഞു ചേർന്ന മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാനെ സ്വന്തമാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഭഗവാന്റെ ഓർമ്മ തന്നെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളെ ഭസ്മീകരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ ഓരോ ആത്മാവിനും, നമ്മൾ ഓരോ വ്യക്തികൾക്കും
100% നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 24 മണിക്കൂറും ഭഗവാൻ കൂടെയുണ്ട്, സർവശക്തനായ ഈശ്വരൻ കൂടെയുണ്ട് എന്ന് അനുഭവം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ 1000 കൈകളോടെ 10000 കൈകളോടെ ഭഗവാൻ നമ്മൾ കുട്ടികളെ, ഭഗവത് സന്താനങ്ങളെ സദാ സംരക്ഷിക്കാനും നമുക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനും ഭഗവാൻ സദാ നമ്മുടെ കൂടെയുണ്ട് അല്ലേ? ഭഗവാന്റെ നിറഞ്ഞ സ്നേഹത്തിൻ്റെ പാലന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് വിഘ്നങ്ങളെയും പ്രതിസന്ധികളെയും നിസ്സാരവൽക്കരിക്കാൻ സാധ്യമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷസമ്പന്നമായ അല്ലെ, ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ജീവിത യാത്ര ചെയ്യാൻ ഓരോരുത്തരെയും പ്രാപ്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഈ ധ്യാനക്ഷേത്രം, ജ്ഞാനക്ഷേത്രം പണി കഴിപ്പിക്കാൻ പോകുന്നത്. ചാരി സൂക്ഷ്മാമൃത ചൈതന്യ അവരുകൾക്ക് ആദരണീയായ ബഹൻജിയുടെ കമലഹസ്തത്താൽ ഈശ്വരീയ ഉപഹാരം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം അവരുകൾക്ക് ഈശ്വരീയ ഉപഹാരം സമർപ്പിക്കുന്നു. നന്നായി കൈയടിക്കും എല്ലാവരും. നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷവും ആശംസകളും ഇവരിലേക്ക് നമ്മൾ അർപ്പിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാം. ശ്രീമതി ബിന്ദു വിജയൻ, ശ്രീമതി ഉഷ അവരുകൾ, ഇന്നത്തെ ഈ ശാന്തി മഹോത്സവത്തിൽ, ശാന്തി സമ്മേളനത്തിൽ കുറച്ച് വിശിഷ്ട വ്യക്തികളെ അവർ വേദിയിൽ ഇരുത്തേണ്ടതാണ്. വേദിയുടെ സൗകര്യക്കുറവ് കൊണ്ട് അവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊന്ന് ആദരിക്കുകയാണ് ചെറുതായിട്ട്. ചെറുതാണെങ്കിലും അത് ഹൃദയത്തിൽ നിന്നുള്ളതാണ്, അത് ഈശ്വരൻ നൽകുന്നതാണ്. അതിന് മുൻകൈയെടുത്ത് നമ്മുടെ ഷാജിലാലാണ്. ഷാജിലാലിൽ ധാരാളം കോൺടാക്റ്റുകളുണ്ട്. അപ്പോൾ ആ കോൺടാക്റ്റുകൾ അദ്ദേഹം പങ്കജിസ്റ്റോട് പറഞ്ഞിരുന്നു, സിസ്റ്റർ അത് നമുക്കിവിടെ അവരുടെ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ പേരുകൾ വിളിക്കുകയാണ്. കുറച്ച് പേര് വന്നിട്ട് നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ പോയി കളഞ്ഞു കുറച്ച് പേര്. ബാക്കി കുറച്ച് പേര് നല്ല ചൂടാണെങ്കിൽ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പേരുകൾ വിളിക്കുകയാണ്. ശ്രീ സുരേന്ദ്രൻ കണ്ടല്ലൂർ, നരേന്ദ്രമോദി വിചാർ മഞ്ചിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. നമ്മുടെ ബഹൻജി ഈശ്വരീയ ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എളിയ ഉപഹാരം ഭഗവാന്റെ ഭാഗത്തുനിന്ന് നൽകുകയാണ്. അടുത്തത് ശ്രീ വിജയൻ, റിട്ടയർഡ് ലേബർ കമ്മീഷണർ ശ്രീ വിജയൻ. ഇതങ്ങനെ ഒരു പ്രത്യേകിച്ച് ഓർഡറിലല്ല കേട്ടോ, കുറച്ച് പേരുകൾ ഷാജിലാൽ തന്നത് വിളിക്കുകയാണ്. ഡോക്ടർ പ്രദീപ്, ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹം വന്നിട്ട് പോയിരുന്നു. കേരള കൗമുദിയുടെ ജയചന്ദ്രൻ വന്നിരുന്നു, പോയി. പിന്നെ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ കനക സബേര പണിക്കർ അദ്ദേഹത്തെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കരുനാഗപ്പള്ളി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീ ശിവൻകുട്ടി അവർ, ഹ്യൂമൻ റൈറ്റ്സ് സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ സത്യൻ തഴവ, അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. അംബേദ്കർ ഫൗണ്ടേഷൻ പ്രവാസി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോസഫ് അവർ, അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കവിയും സാഹിത്യകാരനുമായിരിക്കുന്ന ശ്രീ ഭുവനചന്ദ്രൻ,
ഫോട്ടോ എടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് നന്നായിട്ട് കൈയടിക്കണം. കൈയടിച്ച ചൂട് കുറയും. ശ്രീ ഭുവനചന്ദ്രൻ, കവിയും സാഹിത്യകാരനും. പിന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കല്ലേലി ഭാഗം ശ്രീ കെ സുന്ദരേശൻ. ശ്രീ കെ സുന്ദരേശൻ അവരുകളെ ക്ഷണിക്കുകയാണ്. BJP കല്ലേലി ഭാഗം ഏരിയ പ്രസിഡന്റ് ശ്രീ വിനോദ് വന്ദനം പോയി. പിന്നെ മുൻ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രൊഫസർ രാജേന്ദ്രൻ സാർ, പ്രൊഫസർ രാജേന്ദ്രൻ. ഷാജിലാൽ, വേറെ കുറച്ച് പേരുണ്ടല്ലോ, വിളിക്കേണ്ട കുറച്ച് പേരുണ്ടല്ലോ. ഷാജിലാൽ വിളിച്ച് ഇപ്പോൾ പേര് വിളിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എല്ലാവർക്കും പ്രൊഫസർ KG മോഹനൻ, പ്രൊഫസർ KG മോഹനൻ. ഓം ശാന്തി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്ന ഈ വിശിഷ്ട വ്യക്തികൾക്ക് ബ്രഹ്മകുമാരീസിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഓം ശാന്തി. ആത്മാവിൻ്റെ പ്രതീകമായ ഒരു മനോഹരമായ ഫോട്ടോ ഉപഹാരമായി സമർപ്പിക്കുന്നു. വേദിയിലും ഓം ശാന്തി. ബ്രഹ്മകുമാരീസിൻ്റെ കരുനാഗപ്പള്ളി ശാഖയിൽ നമുക്ക് ഭഗവാന്റെ ധ്യാനഭവനം, അതിനുവേണ്ടിയുള്ള ഭൂമി പൂജയും ശിലാന്യാസ പുണ്യകർമ്മവും അതിനോടനുബന്ധിച്ചുള്ള ഈ ശാന്തി മഹോത്സവ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ആതിഥേയായ ബ്രഹ്മകുമാരി രാജയോഗിനി ബീന ബേഞ്ചിക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ബേഞ്ചിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ബേഞ്ചി സന്തോഷപൂർവ്വം ഈ പരിപാടിക്ക് വരാമെന്ന് വാക്ക് നൽകി. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. സോണൽ ഇൻചാർജായിട്ടുള്ള ബീന ബേഞ്ചിക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി. ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാനെത്തിയ വിശിഷ്ട അതിഥിയായിട്ടുള്ള ബ്രഹ്മചാരി സൂക്ഷ്മാമൃത ചൈതന്യ സ്വാമിജി, മാതാ അമൃതാനന്ദമയി മഠം, അവിടെ നിന്നും സ്വാമിജി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. സ്വാമിജിക്കും ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. വിശിഷ്ട അതിഥിയായി വന്ന് അഡ്വക്കേറ്റ് അനിൽ സാർ, കല്ലേലി ഭാഗം ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് അവർക്ക് ബ്രഹ്മകുമാരീസിൻ്റെ കരുനാഗപ്പള്ളി ഈശ്വരീയ പരിവാരത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിലും സന്തോഷപൂർവ്വം സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ബിന്ദു വിജയൻ, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്. മാഡത്തിനും ബ്രഹ്മകുമാരീസിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ശ്രീമതി ഉഷ മാഡം, വാർഡ് മെമ്പർ, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത്. മാഡവും നമ്മുടെ ക്ഷണം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നു. ഈ പരിപാടി വളരെ വിജയകരമാക്കി മാറ്റി. നമുക്ക് ഉത്സാഹവും പ്രോത്സാഹനവും എല്ലാം നൽകി. മാഡത്തിനും ബ്രഹ്മകുമാരീസിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി. അടുത്തതായി റജി ഫോട്ടോ പാർക്ക്, അദ്ദേഹത്തിനും നമ്മളുടെ പേരിൽ, വിദ്യാലയത്തിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി. നമ്മുടെ എല്ലാ ജില്ലയിൽ നിന്നും എത്തിയിരിക്കുന്ന, അതായത് കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലയിലെ മുഖ്യ പ്രശാസികയായിട്ടുള്ള ബ്രഹ്മകുമാരി രാജയോഗിനി പങ്കജം ബേഞ്ചി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി 4-5 ദിവസമായിട്ട് കരുനാഗപ്പള്ളി ബ്രാഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ബേഞ്ചി നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകി എല്ലാവരെ കൊണ്ടും ഈ ഈശ്വരീയ സേവനം നല്ല രീതിയിൽ ചെയ്യിച്ചു. ബേഞ്ചിക്കും പങ്കജം ബേഞ്ചിക്കും ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി. അടൂർ, പത്തനംതിട്ട, അവിടെയുള്ള സഞ്ചാലികയായിട്ടുള്ള ബ്രഹ്മകുമാരി രാജയോഗിനി ഉഷ ബേഞ്ചിയും ഈ പ്രോഗ്രാമിന് സന്തോഷപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നു. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഉഷ ബേഞ്ചിക്കും വളരെയധികം നന്ദി. നമുക്ക് വളരെയധികം പ്രോത്സാഹനം നൽകി. നന്ദി ബേഞ്ചി. അടുത്തതായി മിനി ബേഞ്ചി, ട്രിവാൻഡ്രം,
ബെഞ്ചി ഇവിടെ നിന്ന് പല കാരണങ്ങളും വരാൻ പറ്റിയില്ല. എന്നാലും ബെഞ്ചിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ മിനി ബെഞ്ചിക്കും നന്ദി അറിയിക്കുകയാണ്. ആലപ്പുഴ സഞ്ചാലികയായിട്ടുള്ള ദിശ ബെഞ്ചി വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ഈ സ്വീകരണം ഈ പ്രോഗ്രാമിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ ഉത്സാഹവും ഉന്മേഷവും തന്നു. ബെഞ്ചിക്കും ബ്രഹ്മകുമാരീസിൻ്റെ പേരിൽ വളരെയധികം ഹൃദയംഗമായ നന്ദി. പാലക്കാട് മലപ്പുറം ജില്ലയുടെ രക്ഷാധികാരിയായിട്ടുള്ള സഞ്ചാലികയായിട്ടുള്ള ബ്രഹ്മകുമാരി രാജയോഗിനി മീന ബെഞ്ചിയും നമ്മുടെ ഈ സ്വീകരണം വളരെയധികം സന്തോഷപൂർവ്വം തന്നെ സ്വീകരിച്ചു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെ നല്ല ഉത്സാഹം നൽകി, മെഡിറ്റേഷനെ കുറിച്ചെല്ലാം പറഞ്ഞു നൽകി. ബെഞ്ചിക്കും ബ്രഹ്മകുമാരീസിൻ്റെ ഈശ്വരീയ പരിവാരത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ ജില്ലയിൽ നിന്നും ബ്രഹ്മകുമാരീസിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരീ സഹോദരങ്ങൾക്കും മറ്റ് ഇവിടെയുള്ള കരുനാപ്പള്ളിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും ബ്രഹ്മകുമാരീസിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി. ഓം ശാന്തി.